കഥ അച്ഛൻ എന്ന സ്വപ്നം ഭാഗം 34. രചന ശാലിനി ഇ. എടാ, അവളെ ICUവിലേക്ക് കയറ്റി. എന്താ ഡോക്ടർ പറഞ്ഞത്? എന്നാൽ ബദ്രിയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ICUവിന് നേർക്ക് നടക്കുകയാണ് കാർത്തി ചെയ്തത്. അവന്റെ കലങ്ങിയ കണ്ണുകൾ ബദ്രിയുടെ മനസ്സിലൊരു ചോദ്യചിഹ്നം തീർത്തിരുന്നു. കാർത്തി വെയിറ്റിംഗ് സീറ്റിൽ പോയി തല പിറകിലേക്ക് വെച്ച് കണ്ണുകളടച്ച് ചാഞ്ഞു കിടന്നു. അവന്റെ മുഖഭാവങ്ങൾ കാണുമ്പോൾ എല്ലാം മനസ്സിലാക്കിയ ഒരാളെ പോലെ തോന്നി ബദ്രിക്ക്. അതവന്റെ മനസ്സിന്റെ ചിന്താഭാരത്തെ കൂട്ടി. നദി ആരെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞു തുടങ്ങും. അതിനു മുൻപ് അമ്മാമ്മയുടെ കയ്യിൽ നിന്നും ബാക്കി കഥ കൂടി കേൾക്കണം. അതിനുശേഷമേ തനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാൻ പറ്റൂ. ആന്റി പോയി അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 3 പേരും പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം. അമ്മാമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കാനും പൊറുക്കാനും മക്കൾക്ക് 2 പേർക്കും കഴിയണം. ഇതുവരെ താൻ നദിയിൽ നിന്നും ഒരകലം പാലിച്ചിട്ടേ നിന്നിട്ടുള്ളൂ. എന്നാൽ ആ അകലം കുറക്കണം. അവളിലൂടെ വേണം അവരൊന്ന് ചേരാൻ. അവരൊന്ന് ചേരേണ്ടത് തൻ്റെ ദൗത്യമാണെന്ന് ബദ്രി മനസ്സിൽ ഉറപ്പിച്ചു. ഈ സമയത്ത് ഗോവർദ്ധനത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും നടുക്ക് കിടന്നിറങ്ങിയിരുന്ന ചിലങ്ക ഉണർന്നെഴുന്നേറ്റു. അമ്മേ, ഞാൻ നദിയുടെ അടുത്തേക്ക് പോവാണേ. ഉറക്കം വിട്ടൊഴിയാത്ത ആലസ്യത്തിൽ രേണുക മൂളി. ചുണ്ടിലൊരു മൂളിപ്പാട്ടുമായാണ് അവൾ സ്റ്റെപ്പ് കയറിയത്. സംഗീത വിദ്വാൻമാർ പിറന്ന വീട്ടിലാണ് ചിലങ്ക പിറന്നതെങ്കിലും മൂളിപ്പാട്ട് പാടാനുള്ള കഴിവേ അവൾക്ക് കിട്ടിയിട്ടുള്ളൂ. പാടാൻ കഴിവില്ലെങ്കിലും ചിലങ്ക നന്നായി നൃത്തം ചെയ്യുമായിരുന്നു. സ്കൂളിലും കോളേജിലും എല്ലാം ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനും കുച്ചിപ്പുടിക്കും മത്സരിക്കുമായിരുന്നു. ഏത് മത്സരത്തിനായാലും അവൾ വേദിയിൽ നൃത്തം ചെയ്യുമ്പോൾ അവൾക്ക് വേണ്ടി പാടിയിരുന്നത് കാർത്തിക് മഹാദേവനാണ്. തുറന്നു കിടക്കുന്ന വാതിലിനു മുന്നിൽ ഒരു നിമിഷം നിന്നതിന് ശേഷം അവൾ പതിയെ ഉള്ളിലേക്ക് നോക്കി. ഇത്രയും നേരത്തെ വാതിലും തുറന്നു വെച്ച് ഇവളതിനുള്ളിൽ എന്തെടുക്കുക? എന്നാൽ ചിലങ്കയ്ക്ക് അതിനുള്ളിൽ നദിയെ കാണാൻ കഴിഞ്ഞില്ല. എങ്കിൽ പിന്നെ ബാത്റൂമിൽ പോയിട്ടുണ്ടാവും. ഇത്ര നേരത്തെ കുളിക്കാൻ ഇവളെയൊക്കെ ആരാണവ പഠിപ്പിച്ചത്? മനുഷ്യനിപ്പോ തണുത്തിട്ട് വിറച്ചിട്ട് വയ്യ. അകത്തേക്ക് കടന്നപ്പോൾ അവളുടെ കണ്ണിലുടക്കിയത് നിലത്ത് വാതിലിനോളം നീണ്ടു കിടക്കുന്ന നദിയുടെ ബ്ലാങ്കറ്റാണ്. നദിയുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ബ്ലാങ്കറ്റ് മടക്കി വെച്ചും ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിച്ചും കൊണ്ടാണ്. അതിനുശേഷമേ അവൾ വാഷ്റൂമിൽ പോലും പോകൂ. ഇതിപ്പോ നിലത്തിങ്ങനെ ബ്ലാങ്കറ്റ് കിടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ചെറിയ തോതിൽ ആന്തലുണ്ടായി. നദി, നദി! മുറിയിലൂടെ ഉറക്കെ വിളിച്ചും കൊണ്ട് അവൾ ബാത്റൂമിനടുത്തേക്ക് ചെന്നു. ഡോറിൽ തട്ടി. ഡോറിന്റെ ലോക്ക് തുറന്നപ്പോൾ തന്നെ അവൾക്ക് ഉറപ്പായിരുന്നു നദി അതിനുള്ളിലുള്ളത്. ഇന്നലെ അമ്മാമ്മയുടെ അടുത്ത് സംഗീതം പഠിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞത്, പക്ഷേ കൂടെ എന്നെയും കൂട്ടിക്കൊണ്ടു പോകാൻ അച്ഛൻ പറഞ്ഞതാണല്ലോ. 2 പേരും എന്നെ കൂട്ടാതെ പോയോ? അവൾ ബദ്രി റൂമിലുണ്ടോ എന്ന് നോക്കാനായി അവന്റെ റൂമിലേക്ക് നടന്നു. അപ്പോഴും അവളുടെ കണ്ണുകൾ സംശയരൂപേണ ബ്ലാങ്കറ്റിലേക്ക് നീളുന്നുണ്ടായിരുന്നു. ബദ്രിയുടെ റൂമിൽ അവനില്ലെന്നറിഞ്ഞതും അവൾ വേഗം താഴേക്കോടി. എന്താ കുഞ്ഞെ, എന്തിനാ ഇങ്ങനെ ഓടുന്നത്? പൂമുഖത്ത് നിന്നും ഹാളിലേക്ക് വരികയായിരുന്ന ശങ്കരേട്ടൻ ചിലങ്ക ഓടുന്നത് കണ്ട് ചോദിച്ചു. അത് നദിയും ഏട്ടനും പുറത്തേക്ക് പോകുന്നത് ശങ്കരമാമ കണ്ടിരുന്നോ? ഇല്ലല്ലോ കുഞ്ഞെ. ബദ്രിക്കുഞ്ഞ് ഇവിടെ ഇല്ലെന്ന് ഉറപ്പാണ്. പോർച്ചിൽ കുഞ്ഞിന്റെ കാറില്ല.
കൂടെ നദിക്കുഞ്ഞി പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. അവൾ പിന്നെയൊന്നും പറയാതെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് ഓടി. സത്യപ്രതാപൻ എന്തോ ഫയൽ നോക്കി സോഫയിൽ ഇരിക്കുന്നുണ്ട്. രേണുക കുളി കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നു. അച്ഛാ, നദിയെ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? നിനക്കത് ചില്ലു വട്ടായോ? ആ കുട്ടി അവിടെ എവിടെയെങ്കിലും കാണോ? ഇല്ലമ്മേ, അവൾ ഈ വീട്ടിൽ എവിടെയുമില്ല. ഞാൻ നോക്കി. പിന്നെ ഏട്ടനെയും കാണുന്നില്ല. ചിലപ്പോ മഹിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. എന്നാലും പറയാതെ പോകുമോ? ഞാനൊന്ന് ബദരിയെ വിളിച്ചു നോക്കട്ടെ. സത്യപ്രതാപൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ കയ്യിലേക്കെടുത്തു. അതിൽ ബദരിയുടെ ഒത്തിരി മിസ് കോൾ ഉണ്ടല്ലോ. അയാൾ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് ബദരിയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ സൈലന്റിൽ ആക്കിക്കൊണ്ടുള്ള നിന്റെ കളി ഇന്നത്തോടെ നിർത്തും ഞാൻ. രേണുക അവളെ കലിപ്പിച്ചു നോക്കി. എന്താ ബദരി നീ വിളിച്ചത്? നദിമോൾ എവിടെ? നിന്റെ കൂടെ ഉണ്ടോ? ദേ അച്ഛാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങളുടെ 3 പേരുടെയും ഫോൺ കൊണ്ട് ആവശ്യമില്ലെങ്കിൽ അതെടുത്ത് കത്തിച്ചു കളഞ്ഞേക്ക്. ഒരാവശ്യത്തിന് വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്താ ഞാൻ പറയേണ്ടത്? ചില്ലു കാണിച്ച പണിയാണ്. എന്റെയും അമ്മയുടെയും ഫോൺ എടുത്ത് അവൾ സൈലന്റ് ആക്കി വെച്ചു. അവൾക്കുള്ളത് ഞാൻ വന്നിട്ട് കൊടുക്കാം. ഇപ്പോ അച്ഛൻ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വാ. ഹോസ്പിറ്റലിലോ? എന്താ കാര്യം? ബദരി പുലർച്ചയ്ക്ക് മുതലുണ്ടായ സംഭവങ്ങൾ അയാളോട് വിശദീകരിച്ചു. ഈശ്വരാ! അയാൾ തലയ്ക്ക് കൈവച്ച് നിന്നു. നീ ഫോൺ വെച്ചോ, ഞാനിപ്പോ വരാം. ആരോ ഹോസ്പിറ്റലിലാണെന്ന് മാത്രമേ രേണുകയ്ക്കും ചിലങ്കയ്ക്കും മനസ്സിലായിട്ടുള്ളൂ. എന്താ ഉണ്ടായത്? രേണുക വേവലാതിയോടെ ചോദിച്ചു. നദിക്ക് തലവേദനയായി ഹോസ്പിറ്റലിലാണെന്ന് ബദരി ഒരുപാട് തവണ വിളിച്ചെന്ന്. ഈ ജന്തുവിനെ ഞാനുണ്ടല്ലോ. അയാൾ ചിലങ്കയുടെ നേർക്ക് നോക്കി, കണ്ണുരുട്ടി. ഞാനും വരാം കൂടെ. ധൃതിയിൽ ഡ്രസ്സ് മാറ്റുന്ന അയാളോട് രേണുക പറഞ്ഞു. വേണ്ട, ഞാൻ പോയിട്ട് വിളിക്കാം. അയാൾ മൊബൈൽ സൈലന്റ് നീക്കി പോക്കറ്റിലിട്ടു. വാലറ്റും എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി. അമ്മേ, ഞാൻ ഇങ്ങനെയൊന്നും വരുമെന്ന് കരുതിയില്ല. രേണുകയുടെ കൂർത്ത നോട്ടത്തിൽ പറയാൻ വന്ന ബാക്കി അവൾ വിഴുങ്ങിക്കളഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ തുടക്കാതെ തന്നെ അവൾ തിരിഞ്ഞു നടന്നു. ടെൻഷനോടെയാണ് സത്യപ്രതാപൻ ICUവിന്റെ മുന്നിലേക്ക് ചെന്നത്. എന്നാൽ സീറ്റുകളൊന്നിൽ ചാഞ്ഞിരിക്കുന്ന കാർത്തിയെ കണ്ടതും അയാളുടെ കാലുകൾ നിശ്ചലമായി. ബദരി അയാൾക്കരികിലേക്ക് ചെന്നു. എന്താ ഡോക്ടർ പറഞ്ഞത്? CT സ്കാൻ എടുത്തു. തലയ്ക്കകത്ത് ബ്ലഡ് കട്ടപ്പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്താ കാരണമെന്നറിയില്ല. അത് അലിയിച്ചു കളയണം. ന്യൂറോ സർജൻ ഉണ്ടകത്ത്. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിലാണ്. ബദരിയുടെ സംസാരം കേട്ടാണ് കാർത്തി തല ഉയർത്തി നോക്കുന്നത്. മുന്നിൽ സത്യപ്രതാപനെ കണ്ടതും അവന്റെ രക്തം തിളച്ചു. ഒറ്റ കുതിപ്പിന് അവൻ അയാളുടെ മുന്നിലെത്തി ഷർട്ടിന്റെ കോളറിൽ പിടുത്തമിട്ടു. അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ വച്ചിരിക്കില്ല തന്നെ ഞാൻ. ഇന്നലെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മുഴുവൻ താൻ ഒറ്റയാളാ.
അവളെ നേരെ ഉള്ളിലേക്ക് കൊണ്ടുപോയി നിർമ്മല സുകുമാരനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവൾ ഇന്നലെ അനുഭവിച്ച ആക്രമണം ഉണ്ടാവില്ലായിരുന്നു, അപമാനം ഉണ്ടാവില്ലായിരുന്നു. സത്യപ്രതാപൻ മാത്രമല്ല, ബദ്രിയും ഞെട്ടിപ്പോയി കാർത്തിയുടെ പെരുമാറ്റം കണ്ട്. ഇന്നലെ ഓഫീസിൽ വെച്ചു എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് കാർത്തിയുടെ ദേഷ്യത്തിൽ നിന്നും അവന് മനസ്സിലായി. കാർത്തി, നീ എന്താ ഈ കാണിക്കുന്നേ? അച്ഛന്റെ കോളറിൽ നിന്നും കൈയെടുക്ക്. കാർത്തി സത്യപ്രതാപനെ ഒന്ന് ആട്ടിവിട്ടതിന് ശേഷം ബദ്രിക്ക് നേരെ തിരിഞ്ഞു. അതിനുള്ളിൽ കിടക്കുന്നത് നിങ്ങൾക്കൊന്നും ആരുമല്ലായിരിക്കും, എന്നാൽ അതെന്റെ ചോരയാ. അതിനെന്തെങ്കിലും സംഭവിച്ചാൽ. കോപം കൊണ്ട് ജ്വലിക്കുന്നവന്റെ വാക്കുകൾ കേട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് രണ്ടുപേരും. വായടക്കടാ, അതിനുള്ളിലേക്ക് വല്ല ഈച്ചയും കയറിപ്പോകും. കാർത്തി ബദ്രിയെ നോക്കി മുരളും പോലെ പറഞ്ഞു. നിങ്ങൾ മാത്രം ബുദ്ധിയുള്ളവർ, ഞാൻ വെറും. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നിന്നെ ഞാൻ കണ്ടത് എൻ്റെ ചിറ്റയുടെ മകനായിട്ടല്ല, എൻ്റെ ആത്മാർത്ഥ കൂട്ടുകാരനായിട്ടാ. എന്നിട്ട് നീ ഒരിക്കലെങ്കിലും ആ ആത്മാർത്ഥത എന്നോട് തിരിച്ചു കാണിച്ചോ? എൻ്റെ അമ്മയും കൂടപ്പിറപ്പും മരണക്കിടക്കയിലാണെന്ന് നീ അറിഞ്ഞില്ലേ? എൻ്റെ അമ്മയെ അവസാനമായി കാണാനുള്ള അവസരം നീ എനിക്ക് തന്നോ? ചിലപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും എന്നോട് അക്കാര്യം പറയേണ്ടെന്ന്. അപ്പോഴും നിന്റെ മനസ്സിൽ ഒരു മകനുണ്ടെങ്കിൽ, ഒരു നിമിഷം നീ ആ മകന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അച്ഛന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് എന്നെ നീ വിളിക്കുമായിരുന്നു, ഇല്ലേ? നീ വിളിച്ചില്ലെങ്കിലും ഞാൻ വന്നു. ICUവിൽ കയറി കുഞ്ഞോളെ കണ്ടു, മോർച്ചയിൽ കയറി എൻ്റെ അമ്മയെ കണ്ടു. ഇനിയൊരു കാഴ്ചയില്ലല്ലോ. നീ എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ എന്നത് എൻ്റെ മനസ്സിൽ ദഹിക്കാതെ ഇങ്ങനെ നീറി കിടക്കും. ഒരിക്കലെങ്കിലും നിനക്കെന്നോട് വന്ന് ചോദിക്കാൻ തോന്നിയില്ലല്ലോ, എന്താടാ നീ എന്നോട് മിണ്ടാത്തതെന്ന്? നീ ചോദിച്ചില്ല, കാരണം നിനക്കറിയാം ഞാൻ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന്. എന്നാൽ അതെല്ലാം ഞാൻ അവിടെ വിടുക, എൻ്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ തോന്നിയതിൻ്റെ പേരിൽ. പക്ഷേ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അച്ഛനെ ഞാൻ വെറുതെ വിടില്ല, കൊല്ലും ഞാൻ. കാർത്തി വിളിച്ചു കൂവിയ സത്യങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ് ബദ്രി. കാർത്തിയുടെ അന്നത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ടെന്നോണം ബദ്രിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനെ ചേർത്ത് പിടിക്കേണ്ടിയിരുന്ന സമയത്ത് താനത് ചെയ്തില്ലല്ലോ എന്ന ചിന്തയിൽ അവന്റെ നെഞ്ചിടം വിങ്ങി. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.